ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു ബെനഫിറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പം ഇതെന്താ സാധനം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും. വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുപയറാണ്. ഈ ചെറുപയറിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു ജോലി ഇതായതുകൊണ്ടും ഒരു കണ്ടൻറ്റ് വേണമെന്നുള്ളത് കൊണ്ടും ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പം അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പം എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കതൊരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നത്. സാധാരണ പൊതുവേ എനിക്കറിയാവുന്ന ചെറുപയറിൻ്റെ ഗുണങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അതായത് ആദ്യമൊക്കെ അറിയാവുന്ന കുറച്ച് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ ഒരു വളർച്ചയ്ക്കുമൊക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ചെറുപയർ പുഴുങ്ങി കൊടുക്കുക എന്നുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ചെറുപയർ പുഴുങ്ങിയിട്ട് തേങ്ങ ഇട്ടിട്ട് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ദേവുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചെറുപയർ ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുന്നത്. അവൾ കഴിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ചെറുപ്പം മുതലേ ശീലിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ചെറുപയർ പുഴുങ്ങിയത്. ഇപ്പോൾ ചെറുപയർ പുഴുങ്ങിയത് അങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെറുപയർ വെച്ചൊരു സുജിയൻ ഉണ്ടാക്കാറുണ്ട്, ഒരു പലഹാരം. പക്ഷേ എണ്ണയിൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നതാണ്. എന്നാൽ പോലും കോട്ടിങ് മാറ്റിയിട്ട് വേണമെങ്കിൽ അതിൽ ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സംഭവം. അപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഫുഡ് ഏത് രീതിയിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ ആ രീതിയിൽ കഴിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ്. പിന്നെ നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ചെറുപയർ പൊടി കിട്ടും. ചെറുപയർ ഉണക്കി അല്ലെങ്കിൽ വറുത്തുണക്കി പൊടിച്ചിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനും അല്ലെങ്കിൽ അതൊരു പാക്കായിട്ട് ഉപയോഗിക്കാനും ഏറ്റവും നല്ലൊരു സാധനമാണ് ചെറുപയർ പൊടി. ഇപ്പോൾ ചെറുപയർ പൊടി മാർക്കറ്റിൽ തന്നെ നമ്മുടെ ഇതായിട്ട് റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടാറുണ്ട്. ചെറുപയർ പൊടി മാത്രമല്ല, ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് സൗന്ദര്യവർദ്ധന സാധനങ്ങൾ എന്തൊക്കെ കിട്ടും. അതിൽ വേറൊരു ഐറ്റമാണ് ഈ ചെറുപയർ പൊടി. അത് ഏറ്റവും നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സൗന്ദര്യവർദ്ധന പ്രോഡക്റ്റാണ് ഈ ചെറുപയർ പൊടി കേട്ടോ. ചെറുപയർ പൊടിയിൽ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല തൈര് മിക്സ് ചെയ്തിട്ടോ നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചെറുപയർ മുടിക്കും നല്ലതാണ്. നമ്മുടെ മുഖത്തിനുള്ള എന്നതുപോലെ തന്നെ മുടിക്കും നല്ലൊരു എന്താ പറയുക, ഏറ്റവും നല്ലൊരു ഗുണമുള്ള സാധനമാണ് ചെറുപയർ പൊടി. പിന്നെ ഇപ്പോൾ മാർക്കറ്റുകളിൽ നമുക്ക് കുട്ടികൾക്ക് കുറുക്കായിട്ട് നമ്മളിപ്പം നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പൊടി കിട്ടും. അതിൽ അടങ്ങിയിരിക്കുന്ന മെയിനായിട്ടൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ചെറുപയർ തന്നെയാണ്. സോയ, ചെറുപയർ, ഗോതമ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു പൊടിയാണ് നമുക്കിങ്ങനെ അമൃതം പൊടി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇവ നമുക്കത് വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊടിയും കൂടിയാണ്. നമുക്ക് തന്നെ ഈ ചെറുപയർ, നമ്മുടെ ഗോതമ്പ് ഇതെല്ലാം കൂടെ ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കുറുക്കായിട്ട് കൊടുക്കാം. ഈ പഞ്ഞപ്പുല്ലൊക്കെ ഇല്ലേ, അപ്പോൾ ഇതെല്ലാം നന്നായി കഴുകി വറുത്ത് പൊടിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കുറുക്ക് പൊടിയാണ് കേട്ടോ. ചിലർ പഞ്ഞപ്പുല്ല് മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറുപയർ മാത്രമായിട്ട് കുറുക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നിരിക്കില്ല. അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം ഈ ചെറുപയറിൻ്റെ കൂടെ കുറച്ച് പഞ്ഞപ്പുല്ല്, സോയ, പിന്നെ നമ്മുടെ കടല, പിന്നെ ഗോതമ്പ് ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കുറുക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഫുഡാണ് കേട്ടോ. പിന്നെ ചെറുപയർ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്രദമാക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കറിയായിട്ട് തന്നെ ഉപയോഗിക്കാം. ചെറുപയർ തോരൻ, ചെറുപയർ കറി. നമ്മൾ ഈ പുട്ടിൻ്റെ കൂടെയൊക്കെ രാവിലെ ചെറുപയറും പപ്പടവും പുട്ടും പഴവും ഒക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അതിഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പിന്നെ ചെറുപയർ കറി വേണമെങ്കിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചെറുപയർ തോരനാക്കാം. ഇതൊക്കെ നമുക്കൊരിക്കലും ചെറുപയർ പുഴുങ്ങി വെറുതെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ ടേസ്റ്റും കൂടും. ഇത്തിരി തേങ്ങയൊക്കെ ഇട്ട് കുറച്ച് മസാല കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ പോലെ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചാറ് കറി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നും കഴിക്കാൻ. അപ്പോൾ കുട്ടികൾക്ക് ആ രീതിയിലും നിങ്ങൾക്ക് കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിലും അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് കരുതിയാൽ മതി. ആരും വേറൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ ഈ ചെറുപയർ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഒഴുക്കില്ലേ അതൊന്ന് സ്മൂത്താക്കാൻ ഹെൽപ്പ് ചെയ്യും.
ഇതിന് നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിന് ചൂട് കുറയ്ക്കാൻ ഈ ചെറുപയർ നല്ലൊരു മരുന്നാണ് കേട്ടോ. അതുപോലെ തന്നെ കോളറ, മലേറിയ പോലുള്ള രോഗങ്ങൾക്ക് ഈ ചെറുപയർ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. നമ്മുടെ ഫുഡിൽ ഡെയിലി അല്ലെങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും നമ്മുടെ ഫുഡിൽ ഈ ചെറുപയർ ഒന്ന് ഉൾപ്പെടുത്താൻ നോക്കുക. അത് ശീലമായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകും കേട്ടോ. അത് ഏത് നല്ല ഫുഡാണെങ്കിൽ പോലും നല്ല ഫുഡുകൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ നല്ല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തുണ്ടാകും. പിന്നെ നമ്മൾ ചെറുപയർ പുഴുങ്ങി കഴിക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ചെറുപയർ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം. നമ്മൾ ഈ സാലഡൊക്കെ ഇല്ലേ, അപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ഈ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഈ ചെറുപയർ മുളപ്പിച്ചത്. സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചെറുപയർ മുളപ്പിച്ചത്. അപ്പോൾ ചെറുപയർ ഏത് രീതി വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. ചെറുപയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. അപ്പം ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് മെയിനായിട്ടും ചെറുപ്പം മുതലേ ചെറുപയർ ശീലിക്കുക. കുഞ്ഞിലേ തന്നെ നമുക്കത് ശീലിപ്പിച്ച് തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ്. അവരുടെ ആരോഗ്യ ഗുണങ്ങൾക്കും പറ്റിയൊരു ഒരു ധാന്യമാണ് ചെറുപയർ.